നമസ്കാരം. പ്രണയം എന്നത് ചിലപ്പോൾ ഒരു പൂന്തോട്ടം പോലെ മനോഹരമാണ്. എന്നാൽ മറ്റു ചിലപ്പോൾ അത് കത്തുന്ന കനൽപഥങ്ങളിലൂടെയുള്ള യാത്രയാണ്. ജാതിയും മതവും സമ്പത്തും അതിർവരമ്പുകൾ തീർക്കുന്ന ഈ സമൂഹത്തിൽ രണ്ട് ഹൃദയങ്ങൾ ഒന്നാകാൻ തീരുമാനിക്കുമ്പോൾ അവിടെ വലിയ പോരാട്ടങ്ങൾ തുടങ്ങുകയായി. പണത്തിന്റെയും തറവാട്ടു മഹിമയുടെയും അഹങ്കാരത്തിന് മുന്നിൽ തളരാതെ നിന്ന രണ്ട് മനുഷ്യരുടെ ജീവിതകഥയാണെന്ന് ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. സ്വന്തം കുടുംബവും സ്നേഹവും നേർക്കുനേർ നിന്നപ്പോൾ ഉണ്ടായ ആ വലിയ സംഘർഷങ്ങൾ അവരെ ഇവിടെ എത്തിച്ചു. വീട്ടിനുള്ളിലെ തടവറകളും പുറം ലോകത്തു നിന്നുള്ള ഭീഷണികളും അതിജീവിച്ച് അവരെങ്ങനെ തങ്ങളുടെ പ്രണയത്തെ വിജയതീരത്തെത്തിച്ചു. ഒരു സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഈ കഥയുടെ ഓരോ നിമിഷവും ഉദ്വേഗം നിറഞ്ഞതാണ്. ശ്വാസമടക്കി പിടിച്ച് നമുക്ക് ഈ പ്രണയകഥയിലേക്ക് കടക്കാം. ഹൃദയതാളം, സ്നേഹത്തിന്റെ അഗ്നിപരീക്ഷ. ആ മലയോര ഗ്രാമത്തിലെ വലിയൊരു തറവാടിന്റെ മുറ്റത്ത് ഈ കഥ തുടങ്ങുകയാണ്. കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു മലയോര ഗ്രാമം. അവിടെ പക്ഷികളുടെ ചിലക്കിലും അരുവിയുടെ കളകളാരവവും എപ്പോഴും കേൾക്കാമായിരുന്നു. ആ ഗ്രാമത്തിന്റെ പ്രതാപമായിരുന്നു ശ്രീനിലയം എന്ന തറവാട്. ആ വലിയ വീടിന്റെ പൂമുഖത്തിരിക്കുമ്പോൾ ചുറ്റുമുള്ള കുന്നിൻ ചെരുവുകൾ കാണാം. അവിടെയാണ് നിവേദിത എന്ന നിവി വളർന്നത്. നിവി വെറുമൊരു പെൺകുട്ടിയായിരുന്നില്ല. ആ നാട്ടുകാർക്ക് അവൾ ഒരു മാലാഖയെ പോലെ ആയിരുന്നു. വലിയ തറവാട്ടിലെ കുട്ടിയാണെന്ന അഹങ്കാരം അവൾക്കൊട്ടുമുണ്ടായിരുന്നില്ല. പട്ടുപാവാട അണിഞ്ഞ് കയ്യിലൊരു പുസ്തകവുമായി അവൾ പാടവരമ്പിലൂടെ നടന്നു പോകുമ്പോൾ ഗ്രാമവാസികൾ വാത്സല്യത്തോടെ അവളെ നോക്കി നിൽക്കുമായിരുന്നു. നിവിയുടെ അച്ഛൻ ശേഖരൻ. അദ്ദേഹം ആ നാട്ടിലെ നിയമമായിരുന്നു. വാക്കിന് മറുവാക്കില്ലാത്ത മനുഷ്യൻ. തന്റെ തറവാടിന്റെ അന്തസ്സും അഭിമാനവും കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം എപ്പോഴും ജാഗ്രത പുലർത്തിയിരുന്നു. നിവിക്കൊരു പോറലോ പരിഭവമോ ഉണ്ടാകാതെ അദ്ദേഹം അവളെ വളർത്തി. പക്ഷേ ആ സ്നേഹത്തിന് പിന്നിൽ ഒരു വലിയ നിയന്ത്രണമുണ്ടായിരുന്നു. അതേസമയം ഗ്രാമത്തിന്റെ താഴെ ഭാഗത്ത് പുഴയോരത്തോട് ചേർന്ന് ഒരു കൊച്ചു വീടുണ്ടായിരുന്നു. അവിടെയാണ് സിദ്ധാർത്ഥ് എന്ന സിദ്ധു താമസിച്ചിരുന്നത്. സിദ്ധുവിന്റെ വീട് ദരിദ്രമായിരുന്നു എങ്കിലും അവിടെ സന്തോഷത്തിന് കുറവുണ്ടായിരുന്നില്ല. കഠിനാധ്വാനിയായ സിദ്ധുവിന് ഒരേയൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: നന്നായി പഠിച്ച് തന്റെ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ മാറ്റണം. പഠനത്തിൽ മിടുക്കനായ സിദ്ധു നഗരത്തിലെ പ്രശസ്തമായ കോളേജിൽ പ്രവേശനം നേടി. അവിചാരിതമായി നിവിയും അതേ കോളേജിൽ തന്നെയാണ് എത്തിയത്. നഗരത്തിന്റെ തിരക്കുകളിൽ അവർ അപരിചിതരായിരുന്നില്ല. ഒരേ നാട്ടുകാരായതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് സുഹൃത്തുക്കളായി മാറി. ആദ്യം സംസാരിച്ചത് വെറും നാട്ടുകാര്യങ്ങളായിരുന്നു. പക്ഷെ പിന്നീട് സിദ്ധുവിന്റെ ചിന്തകളും അവന്റെ കഷ്ടപ്പാടുകൾക്കിടയിലും തളരാത്ത മനക്കരുത്തും നിവിയെ അവനിലേക്ക് അടുപ്പിച്ചു. ലൈബ്രറിയിലെ ഏകാന്തമായ നിമിഷങ്ങളിൽ അവർ ഒരുപാട് സംസാരിച്ചു. സിദ്ധു എഴുതുന്ന കവിതകൾ ആദ്യമായി വായിച്ചിരുന്നത് നിവിയായിരുന്നു. ഓരോ കവിതയിലും സിദ്ധു തന്റെ പ്രണയം ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഒരു ദിവസം മഴ പെയ്യുന്ന വൈകുന്നേരം കോളേജ് വരാന്തയിൽ നിൽക്കുമ്പോൾ സിദ്ധു തന്റെ ഉള്ളിലെ പ്രണയം നിവിയോട് തുറന്നു പറഞ്ഞു. നിവി, നിന്റെ ലോകം വേറെയാണ്, എന്റേത് വേറെയാണ്. പക്ഷെ എന്റെ മനസ്സ് നിനക്കായി തുടിക്കുന്നു. നിവി മറുപടി പറഞ്ഞില്ല. പകരം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവളും മനസ്സിൽ അവനെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. പക്ഷെ നാട്ടിലെത്തിയാൽ തങ്ങളെ കാത്തിരിക്കുന്നത് വലിയ മതിലുകളാണെന്ന് അവൾക്കറിയാമായിരുന്നു. എങ്കിലും ആ നിമിഷം അവർ പരസ്പരം കൈകോർത്ത് പിടിച്ചു. ആരും അറിയാതെ ഒരു സ്വകാര്യ പ്രണയം അവിടെ മുട്ടിട്ടു. മാസങ്ങൾ കടന്നുപോയി. പഠനം പൂർത്തിയാക്കി അവർ തിരികെ നാട്ടിലെത്തി. ആദിക്ക് നഗരത്തിൽ ഒരു ജോലി ശരിയായി. ഇനി വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാം എന്ന് അവർ കരുതി. പക്ഷേ ഗ്രാമത്തിലെ കാറ്റിന് പോലും ആ രഹസ്യം അറിയാമായിരുന്നു. ആരൊക്കെയോ അവർ ഒന്നിച്ചു നടക്കുന്നത് കണ്ടു. അത് ശേഖരന്റെ ചെവിയിലും എത്തി. തന്റെ മകൾ ഒരു സാധാരണക്കാരനെ പ്രണയിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ ശേഖരന്റെ ഉള്ളിൽ ആധിയല്ല, പകരം വലിയൊരു ദേഷ്യമാണ് ഉണ്ടായത്. അത് ആ തറവാടിന്റെ സമാധാനം കെടുത്താൻ പോകുന്ന കൊടുങ്കാറ്റിന്റെ തുടക്കമായിരുന്നു. ഒരു ദിവസം രാത്രി നിവിയെ അദ്ദേഹം സ്വീകരണ മുറിയിലേക്ക് വിളിച്ചു വരുത്തി. അദ്ദേഹത്തിന്റെ കയ്യിൽ സിദ്ധു നിവിക്ക് അയച്ച ഒരു കത്തുണ്ടായിരുന്നു. ആ രാത്രി ശ്രീനിലയം തറവാട് ഒരു ശ്മശാനത്തിന് സമാനമായ നിശബ്ദതയിലായിരുന്നു. ഹാളിലെ ചുവരിലെ വലിയ ക്ലോക്ക് ടിക് ടിക് എന്ന ശബ്ദമുണ്ടാക്കി നീങ്ങുന്നത് മാത്രം കേൾക്കാം. നിവി അച്ഛന്റെ മുന്നിൽ തലകുനിച്ചു നിന്നു. ശേഖരന്റെ കയ്യിലിരുന്ന കത്ത് അത്രമേൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് ദേഷ്യം കൊണ്ടല്ല, മറിച്ച് തന്റെ മകൾ കുടുംബത്തിന്റെ അഭിമാനം തകർക്കുമോ എന്ന ഭയം കൊണ്ടായിരുന്നു. അല്പം ശബ്ദം താഴ്ത്തി, സാവധാനം ശേഖരൻ ചോദിച്ചു, നിവി, ഇതിൽ എഴുതിയിരിക്കുന്നത് സത്യമാണോ? ആരും അറിയാതെ നീ ആ വീട്ടിലെ പയ്യനെ പ്രണയിക്കുകയാണോ? നിവി മറുപടി പറഞ്ഞില്ല. അവളുടെ മൗനം ശേഖരനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അദ്ദേഹം ഉറക്കെ അലറി, മറുപടി പറയൂ നിവി. നിന്നെ ഇത്രയും പുന്നാരമായി വളർത്തിയത്
ആ പട്ടിണിപ്പാവത്തിന്റെ കൂടെ ഇറങ്ങിപ്പോകാനാണോ? നിവി പതിയെ തലയുയർത്തി. അവളുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നുവെങ്കിലും ഭയമുണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞു, അച്ഛാ, സിദ്ധു ഒരു പാവപ്പെട്ടവനായിരിക്കാം, പക്ഷേ അവനോളം എന്നെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല. അവൻ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എനിക്കും അവന്റെ കുടുംബത്തിനും വേണ്ടിയാണ്. അതിൽ എന്ത് തെറ്റാണുള്ളത്? ശേഖരന്റെ കൈകൾ തെറിച്ചു. താൻ ജീവന് തുല്യം സ്നേഹിച്ച മകൾ തനിക്ക് നേരെ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാനായില്ല. അന്ന് തന്നെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. നിവിയെ വീട്ടിനുള്ളിൽ തടങ്കലിലാക്കി. അവളുടെ ഫോൺ പിടിച്ചു വാങ്ങി. പുറം ലോകവുമായുള്ള അവളുടെ എല്ലാ ബന്ധങ്ങളും അറുത്തുമാറ്റി. സാവധാനം സങ്കടം തോന്നിപ്പിക്കുന്ന രീതിയിൽ. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പുറത്തെ കരയിൽ സിദ്ധു നിവിയുടെ സന്ദേശത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു. നിവിയിൽ നിന്ന് ഒരു വിവരവുമില്ല. ഗ്രാമത്തിൽ ഓരോ വർത്തമാനങ്ങൾ പരക്കാൻ തുടങ്ങി. ശേഖരന്റെ ഗുണ്ടകൾ സിദ്ധുവിന്റെ വീടിനു ചുറ്റും കാവൽ നിന്നു. അവനെ ഭീഷണിപ്പെടുത്തി ആ നാട്ടിൽ നിന്ന് ഓടിക്കാനായിരുന്നു അവരുടെ ശ്രമം. ഒരു രാത്രി സിദ്ധുവിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. അവന്റെ ചെറിയ കൂരയുടെ ഓടുകൾ അവർ എറിഞ്ഞുടച്ചു. സിദ്ധുവിന്റെ അമ്മ കരഞ്ഞു നിലവിളിച്ചു. അവർ പറഞ്ഞു, മകനെ, നമുക്കീ ബന്ധം വേണ്ട. അവർ വലിയ ആൾക്കാരാണ്. നമ്മളെ അവർ കൊന്നുകളയും. പക്ഷേ സിദ്ധു അടിയറവ് പറയാൻ തയ്യാറായില്ല. അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, പ്രണയം എന്നത് പണത്തിന്റെ തുലാസിൽ അളക്കേണ്ടതല്ല. നിവി എനിക്ക് തന്ന വാക്ക് അവൾ പാലിക്കും. അവൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ പിന്മാറുന്നത് ഭീരുത്വമാണ്. അല്പം വേഗത കൂട്ടി ഉദ്വേഗം നിറച്ച് ശേഖരൻ നിവിയുടെ വിവാഹം ഉറപ്പിച്ചു. തന്റെ ഒരു അകന്ന ബന്ധുവുമായുള്ള വിവാഹം. പണവും പ്രതാപവും ഒത്തിണങ്ങിയ ഒരാൾ. അടുത്ത മാസമാണ് കല്യാണം. ഗ്രാമമാകെ കല്യാണ വിശേഷം പടർന്നു. നിവി ഭക്ഷണം കഴിക്കുന്നത് പോലും നിർത്തി. അവൾ ഒരു ജീവച്ഛവമായി തന്റെ മുറിയിൽ ഒതുങ്ങിക്കൂടി. ശേഖരൻ നിവിയുടെ വിവാഹം ഉറപ്പിച്ചു. തന്റെ ഒരു അകന്ന ബന്ധുവുമായുള്ള വിവാഹം. പണവും പ്രതാപവും ഒത്തിണങ്ങിയ ഒരാൾ. അടുത്ത മാസമാണ് കല്യാണം. ഗ്രാമമാകെ കല്യാണ വിശേഷം പടർന്നു. നിവി ഭക്ഷണം കഴിക്കുന്നത് പോലും നിർത്തി. അവൾ ഒരു ജീവച്ഛവമായി തന്റെ മുറിയിൽ ഒതുങ്ങിക്കൂടി. ജന്നലിലൂടെ പുറത്തെ കുന്നിൻചെരുവിലേക്ക് നോക്കി അവൾ കരഞ്ഞു. അവിടെ സിദ്ധുവിനൊപ്പം ചിലവിട്ട ഓരോ നിമിഷങ്ങളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അവളുടെ ഓരോ നിശ്വാസത്തിലും സിദ്ധുവിന്റെ പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നിഗൂഢതയോടെ വിവാഹത്തിന്റെ തലേ ദിവസം രാത്രിയായി. തറവാട് മുഴുവൻ ബന്ധുക്കളെ കൊണ്ട് നിറഞ്ഞു. വലിയ ആഭരണങ്ങളും പട്ടുടുപ്പുകളും നിവിക്ക് മുന്നിലെത്തി. പക്ഷേ അവളുടെ മനസ്സ് മറ്റൊരിടത്തായിരുന്നു. ആ രാത്രി അവൾ ഒരു സാഹസത്തിന് മുതിർന്നു. തറവാടിന്റെ കാവൽക്കാരുടെ കണ്ണുവെട്ടിച്ച് പുറത്തിറങ്ങാൻ അവൾ പ്ലാൻ ചെയ്തു. അവളുടെ ഒരേയൊരു പ്രതീക്ഷ ആ അരുവിയുടെ കരയിൽ സിദ്ധു വരും എന്നതായിരുന്നു. ബാക്കി കഥയ്ക്കായി കാത്തിരിക്കുക. ശ്രദ്ധിക്കുക, ഇത് 2ാം ഭാഗമാണ്. ശ്രീനിലയം തറവാട്ടിലെ ആ രാത്രി അത്രമേൽ നിശബ്ദമായിരുന്നു. ജനൽപ്പാളികൾ പതിയെ തുറന്ന് നിവി പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ച് അവൾ പടികൾ ഇറങ്ങി. ഓരോ ചുവടിലും അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഗ്രാമത്തിലെ ആ പഴയ അരുവിയുടെ കരയിൽ സിദ്ധു കാത്തു നിൽപ്പുണ്ടായിരുന്നു. നിലാവെളിച്ചത്തിൽ അവനെ കണ്ടപ്പോൾ നിവിയുടെ കണ്ണുകൾ നിറഞ്ഞു. നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം എന്നവൾ പറഞ്ഞപ്പോൾ ഒളിച്ചോടുന്നത് നമ്മുടെ പ്രണയത്തെ തോൽപ്പിക്കുന്നതിന് തുല്യമാണെന്ന് സിദ്ധു അവളെ ഓർമ്മിപ്പിച്ചു. പെട്ടെന്നാണ് അവിടേക്ക് വെളിച്ചം വന്നു വീണത്. അച്ഛൻ ശേഖരനും സംഘവും അവരെ വളഞ്ഞു കഴിഞ്ഞിരുന്നു. തന്റെ മകളെ തട്ടിയെടുക്കാൻ വന്നവനെ ഇല്ലാതാക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ട് ശേഖരൻ തോക്കുയർത്തി. എന്നാൽ നിവി സിദ്ധുവിനു മുന്നിൽ തടസ്സമായി നിന്നു. സ്വന്തം മകളുടെ കണ്ണിലെ ആ നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ ശേഖരന്റെ കൈകൾ വിറച്ചു. തോക്കിന്റെ ഉണ്ടയേക്കാൾ മൂർച്ച
അവളുടെ വാക്കുകൾക്കുണ്ടായിരുന്നു. പണത്തിന് വാങ്ങാൻ കഴിയാത്ത വലിയൊരു കരുത്ത് ആ പ്രണയത്തിനുണ്ടെന്ന് ആ അച്ഛൻ തിരിച്ചറിഞ്ഞു. പതിയെ അദ്ദേഹം തോക്ക് താഴ്ത്തി. അഹങ്കാരത്തേക്കാൾ വലുത് തന്റെ മകളുടെ ജീവിതമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ എല്ലാ എതിർപ്പുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് നിവിയുടെയും സിദ്ധുവിന്റെയും വിവാഹം നടന്നു. തറവാട്ടിലെ വലിയ മതിലുകളേക്കാൾ സിദ്ധുവിന്റെ കൊച്ചു വീടിനുള്ളിലെ സ്നേഹമാണ് വലുതെന്ന് നിവി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ആ ഗ്രാമത്തിലെ മലയോര പാതയിലൂടെ അവർ കൈകോർത്ത് നടക്കുമ്പോൾ കാറ്റുപോലും സ്നേഹത്തിന്റെ ഈ വിജയം പാടി നടക്കുന്നുണ്ടായിരുന്നു. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് സത്യസന്ധമായ പ്രണയം വിജയിച്ചു. ആദിയുടെയും മീരയുടെയും ഈ ജീവിതം നമുക്ക് നൽകുന്ന പാഠവും അതുതന്നെയാണ്. സ്നേഹത്തിന്റെ ഈ കഥ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരം കഥകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് എൻ്റെ കരുത്ത്. പുതിയൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. സ്നേഹത്തിന്റെ ഈ വലിയ പോരാട്ടം ഇവിടെ അവസാനിക്കുകയാണ്. പണത്തിനും പദവിക്കും മുകളിലാണ് മനുഷ്യ മനസ്സുകളുടെ ഐക്യമെന്ന് ഈ കഥ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും പതറാതെ പിടിച്ചു നിൽക്കാൻ കരുത്തുള്ള പ്രണയത്തിന് മുന്നിൽ ഏതൊരു വലിയ മതിലുകളും തകർന്നു വീഴുക തന്നെ ചെയ്യും. ആദിയുടെയും മീരയുടെയും ഈ ജീവിതം നമുക്ക് നൽകുന്ന പാഠവും അതുതന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഒട്ടേറെ വെല്ലുവിളികൾ ഉണ്ടാകാം. പക്ഷേ സത്യസന്ധമായ നിലപാടുകളിൽ ഉറച്ചു നിന്നാൽ വിജയമെന്നും നമ്മുടെ കൂടെയായിരിക്കും. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഈ കഥ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരം ജീവിതഗന്ധിയായ കഥകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഇതുപോലെയുള്ള കൂടുതൽ കരുത്തുള്ള കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പിന്തുണയുമാണ് എനിക്ക് മുന്നോട്ടുള്ള യാത്രയിൽ വലിയൊരു കരുത്തായി മാറുന്നത്. നിങ്ങളുടെ സ്നേഹവും അഭിപ്രായങ്ങളും കമന്റുകളായി അറിയിക്കാൻ മറക്കരുത്. പ്രാർത്ഥനയോടെ പുതിയൊരു കഥയുമായി വീണ്ടും കാണാം എന്ന ഉറപ്പോടെ ഞാൻ നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.